KTU 2019 scheme Civil Engineering S5 Design of Concrete Structures and 5th module theory ആണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഫൗണ്ടേഷൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെയാണ് നമ്മൾ പ്രോബ്ലം ക്ലാസ്സിൽ പഠിച്ചത്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിനെ സേഫായിട്ട് താഴെ ഗ്രൗണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പെർമിസിബിൾ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ബേസ്ഡ് ഓൺ ഇത് പല ടൈപ്പ് പറയുന്നുണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് ഫസ്റ്റ് വൺ. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അതിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പുകൾ നമ്മൾ പഠിച്ചു. സ്ക്വയർ, റെക്റ്റാങ്കുലർ, സർക്കുലർ, അങ്ങനെ. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ, ട്രപ്പിസോയിഡ്, ഓവലൊക്കെ. ദെൻ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 2 കോളം ഉണ്ട്, 2 കോളത്തിനും കൂടെ ഒരുമിച്ച് ഒറ്റ ഫൂട്ടിംഗ് കൊടുക്കുന്നതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2-ലധികം കോളം ഉണ്ടെന്നിരിക്കുക, 3, 4 അങ്ങനെ കോളം ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ഒരുമിച്ചൊരു ഫൂട്ടിംഗ് കൊടുക്കുന്നതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 2 ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് ആയിട്ടുള്ളൊരു ബീം കൊടുക്കുന്നതാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് റാഫ്റ്റോർ മാറ്റ് ഫൂട്ടിങ്. റാഫ്റ്റോർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരുപാട് നമ്പർ ഓഫ് കോളംസ് ഉണ്ടെങ്കിൽ അതിന് ഓരോന്നിനും നമുക്കിങ്ങനെ ഇൻഡിവിജ്വലായിട്ട് ഫൂട്ടിങ് കൊടുക്കുന്നതിന് പകരം എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഒറ്റ ഫൂട്ടിംഗ് ആയിട്ട് കൊടുക്കാം. അതാണ് റാഫ്റ്റോർ മാറ്റ് ഫൗണ്ടേഷൻ. പൈൽ ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഡി ഫൗണ്ടേഷൻ ഒരു എക്സാമ്പിൾ. നമുക്ക് ഒരുപാട് ലോഡ് വരുന്ന ഇതിൽ നമ്മൾ കൊടുക്കുന്നതാണ് പൈൽ ഫൗണ്ടേഷൻ. അടുത്ത അതിൻ്റെ IS കോഡ് പ്രൊവിഷൻസ് ആണ്. തിക്നെസ് 150 mm കുറയാൻ പാടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഷിയർ എടുക്കുന്ന 1 വേ ഷിയർ, 2 വേ ഷിയർ ഒക്കെ ക്ലാസ്സിൽ പഠിച്ചില്ലേ, സെയിം തന്നെ. പിന്നെ റെക്റ്റാങ്കുലർ സെൻട്രൽ ബാൻഡിൽ ഏരിയ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നോമിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ്, കവർ എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസൈൻ ചെയ്ത സെയിം വാല്യൂസ് തന്നെയാണ് കേട്ടോ. കമ്പൈൻഡ് ഫൂട്ടിങ് എപ്പോഴാണ് നമ്മൾ കൊടുക്കുക? ഒന്ന് 2 കോളമുണ്ട്, 2 കോളത്തിന് ഇൻഡിവിജ്വലായിട്ട് ഫൂട്ടിങ് കൊടുത്താൽ ഓവർലാപ്പ് ചെയ്യും, അപ്പോൾ അങ്ങനെ കൊടുക്കുക സ്ഥലമില്ല എന്നുള്ള കേസിൽ. 2 നമുക്ക് ഒരുപാട് ലോഡ് വരുന്ന സിംഗിൾ ഫൂട്ടിങ് മതിയാവില്ല എന്നുള്ള കേസിൽ. അടുത്തത് പ്രോപ്പർട്ടി ലൈനോടൊക്കെ നിയറായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫൗണ്ടേഷൻ കൊടുക്കണമെങ്കിൽ അന്നേരമൊക്കെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ് എടുക്കുക. ഈ കമ്പൈൻഡ് ഫൂട്ടിൻ്റെ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സെൻട്രോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ സെൻട്രോഡ് എന്ന് പറയുന്നത് നമുക്ക് 2 കോളങ്ങളുടെ ഇടയ്ക്കുള്ള സെൻട്രോഡാണ് കിട്ടുക. അതിൽ നിന്ന് പ്രോപ്പർട്ടി ലൈനിലേക്കുള്ള ഡിസ്റ്റൻസും കൂടെ എടുത്തിട്ട് സം ചെയ്ത് ടോട്ടൽ എടുക്കുക. അതിൻ്റെ ഡബിൾ ചെയ്ത് ലെങ്ത്ത് എടുക്കുക. പിന്നെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഷിയർ ഫോഴ്സൊക്കെ കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും കണ്ടുപിടിച്ച് അതിൻ്റെ ഡയഗ്രാം വരച്ച് അതിൻ്റെ ബേസിസിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഡിഫ്ലക്ഷൻ നമ്മൾ ചെക്കൊക്കെ ചെയ്തല്ലോ. അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ടേം ഡിഫ്ലക്ഷൻ ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് ലോഡ് അപ്ലൈ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ്. ലോങ് ടേം എന്ന് പറഞ്ഞാൽ ക്രീപ്പ് കാരണമൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഷ്രിങ്കേജ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ്. അത് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ IS കോഡിൻ്റെ റെക്കമെൻഡേഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ക്രീപ്പിൻ്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചർ, ക്രീപ്പ് അങ്ങനെയുള്ളതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ എഫക്റ്റീവ് സ്പാൻ ബൈ 20 ആണ്. നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ 2 മെത്തേഡുള്ള ലിമിറ്റിംഗ് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എടുക്കുക, അതുപോലെ തന്നെ ആക്ച്വൽ ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത് എർത്ത് റെസിസ്റ്റൻ്റ് ഡിസൈനാണ്. അപ്പോൾ എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ എർത്ത് റെസിസ്റ്റൻ്റ് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സ്ട്രക്ചേഴ്സ് എല്ലാം ഒരുപാട് ബ്രിറ്റിലാവാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് കൊളാപ്സ് ആവാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്രേസിങ്സ്, ഷിയർ വാൾസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡക്റ്റിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് സീസ്മിക് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സെറ്റിൽമെൻറ്റിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സെറ്റിൽമെൻറ്റും അതുപോലെ ഫസ്റ്റ് ഡാമേജ് ഉണ്ടാകുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഒരു റേഷ്യോയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ഡിസ്പ്ലേസ്മെൻറ്റിന് തൊട്ട് പ്രയറായിട്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ ഫസ്റ്റ് ഡാമേജിൻ്റെ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റും നമ്മളുടെ റേഷ്യോ ആണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഈ ഓരോ മെറ്റീരിയൽസിനും ഡക്റ്റിലിറ്റിയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം സ്റ്റീലിന് എന്ന് പറയുന്ന ഒരു ഡക്റ്റൈൽ മെറ്റീരിയലാണ്, അതുപോലെ തന്നെ റോട്ട് അയൺ അങ്ങനത്തെയുള്ള, പക്ഷേ റോട്ട് അയൺ അതുപോലെ തന്നെ വുഡ് എക്സെട്ര ഒക്കെ ഡക്റ്റൈലായിട്ടുള്ള മെറ്റീരിയലാണ്. അതർ മെറ്റീരിയൽസ് ചിലതൊന്നും ഡക്റ്റൈലായിട്ടുള്ള മെറ്റീരിയൽസ് അല്ല. അപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയൽസിന് ഡക്റ്റിലിറ്റി ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ബിഹേവിയറിനെ നമുക്ക് ബാധിക്കുന്നതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ദെൻ കോഡ് പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ എർത്ത് ബേസിസിൽ അല്ലെങ്കിൽ എർത്ത് പറ്റിയിട്ട് ഡിസൈനെ പറ്റി പറയുന്ന കോഡാണ് 13920 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബീം, കോളം അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എർത്ത് റെസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ബീം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നെല്ലാം നമ്മൾ ഈ ഒരു കോഡിൻ്റെ ബേസിസിലാണ് പറയുന്നത്.